ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ സ്കോർപ്പിയോ സൺ സൈൻ, സ്കോർപ്പിയോ മൂൺ സൈൻ, സ്കോർപ്പിയോ അസെൻഡൻറ്റ് സൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഗസ്റ്റ് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഞാൻ ഹാൻഡിലും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അവിടെ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം. ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. സ്കോർപ്പിയോ, എന്താണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എന്താ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ തീം എന്താണ് ഈ മാസത്തിൻ്റെ തീം, ഓവറോൾ തീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ മെസ്സേജ് സക്സസ്സിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറേ സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. വേറെ മെസ്സേജസ് നിങ്ങൾക്ക് ടീ ലീഫ് മെസ്സേജസ് എന്താണ്? ടീ ലീഫ് ഈ ഒറക്കിൾ ഡെക്കിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെക്കിൻ്റെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റിൽ? കീന്ന് എഴുതിയിട്ട് സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസിനൊക്കെ സക്സസ്ഫുൾ ഔട്ട്കം ഉണ്ടാവും. ഇവിടെ ലോബ്സ്റ്ററിനുണ്ട്, ഫിനാൻഷ്യൽ പിഞ്ചിനുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ചൊരു സൂക്ഷിക്കണം. മേ ബി ചിലവ് കൂടുണ്ടാവും ഈ മാസം. അപ്പോൾ കുറച്ച് സൂക്ഷിക്കുക, ബാലൻസിൽ വയ്ക്കുക ഫിനാൻസസൊക്കെ. പേഴ്സണുണ്ട്, പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻസസിൽ കുറച്ച് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ മേ ബി നിങ്ങളുടെ ചിലവൊക്കെ കൂടും ഈ മാസം. അപ്പോൾ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ കുറച്ച് സൂക്ഷിക്കണം. ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ, ഔൾ. അപ്പോൾ ഒരു ഫ്രണ്ടോ ഇല്ലച്ച നിങ്ങളെ അറിയണ ആരോ ഒരു നല്ല അഡ്വൈസ് തരാൻ പോകുന്നുണ്ട്. അത് സൂക്ഷിച്ചിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ സക്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസ് സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്? സ്കോർപ്പിയോയുടെ ഓവറോൾ എനർജി ഓഗസ്റ്റിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി ടവർ. നിങ്ങളുടെ കറൻറ്റ് ഓഗസ്റ്റ് എനർജി പേജ് ഓഫ് വോൺസ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 2 ഓഫ് വോൺസ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് 10 ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടർ എന്തായിരിക്കും? പേജ് ഓഫ് സോഡ്സ്. എന്താണ് നിങ്ങളുടെ ഔട്ട്കം? അപ്പോൾ സ്കോർപ്പിയോ, ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഓവറോൾ എനർജി. ഓക്കെ, ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ന്യൂസിൽ വെച്ചാൽ മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ ഇത് ഏതോ ഒരു പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ അങ്ങനെ പറയണ മുമ്പേ പറയണതൊന്നും അതിലൊരു കൺട്രോൾ ഇല്ലാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പറഞ്ഞാൽ അവർ പറയണത് അതിൻ്റെ രീതി നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു റൂഡായി തോന്നും, കുറച്ചൊരു വിഷമാവും. ഈ പേഴ്സൺ പറയണത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഇത്. നൈറ്റ് ഓഫ് സോഡ്സ് അൺപ്രെഡിക്റ്റബിൾ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഈ പേഴ്സൺ വരണത് എന്തോ ഒരു ന്യൂസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ന്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു വിഷമം ഉണ്ടാവും. ഓക്കെ, എന്തോ ക്വീൻ ഓഫ് സോഡ്സ് ഒരു കുറച്ചൊരു ഹാർഷ് എനർജിയാണ്. 7 ഓഫ് സോഡ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്തോ ഒരു കാര്യം, എന്തോ ഒരു ഈ സിറ്റുവേഷൻ, ഇപ്പോൾ ഇത് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലാവാമില്ല വെച്ചാൽ ജോലിയുടെ കാര്യത്തിലാവാം. പക്ഷേ ഇവിടെ എന്തോ ഒരു
കൺഫെഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറയാൻ പോകേണ്ട ഈ കാര്യം നിങ്ങൾക്ക് കുറച്ചൊരു വിഷമാവും നിങ്ങൾ കേൾക്കുമ്പോൾ, ഓർ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാസം നിങ്ങൾ കുറേ സൂക്ഷിച്ചിട്ടാണ് ഈ മാസം നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ബിഹേവ് ചെയ്യണത്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. ഇവിടെ ജോലിയുടെ കാര്യത്തിലായിരിക്കാം, എന്നുവെച്ചാൽ ഇതൊരു ഫിനാൻഷ്യൽ ഓഫർ ആവാം. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാലും ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു ഷോക്കിംഗ്, ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ഷോക്ക് ഉണ്ടായി നിങ്ങൾക്ക്. പറഞ്ഞാൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല വെച്ചാൽ ഏതൊരു പേഴ്സൺ എന്തോ പറഞ്ഞു, അതുകൊണ്ട് കുറച്ചൊരു ഇമ്പാക്റ്റ്, അതിൻ്റെ കുറച്ചൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും ആവാം. പക്ഷേ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. എന്തോ ഒരു എൻഡിങ് ഉണ്ടായി, ഇല്ലൊരു വലിയ കാര്യം, വലിയൊരു ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടായി. പേജ് ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. കറണ്ട് എനർജിയിൽ ഞാനൊരു പുതിയ ബിഗിനിങ്, ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ഈ പുതിയ ബിഗിനിങ് എന്താണ്? അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിൽ പുതിയ ബിഗിനിങ് ആവാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു സെലിബ്രേഷൻ ഞാൻ കാണുന്നുണ്ട്. ഒരു ഫയർ സൈൻ ഉണ്ട്, എംപറർ എനർജി, ഏരീസ് എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ഇതൊരു പുതിയ ബിഗിനിങ് ആയി ആണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് ഒരു ലോങ് ടേം ഫ്യൂച്ചറുള്ള റിലേഷൻഷിപ്പാണ്. അതല്ല വെച്ചാൽ ഇതൊരു ജോലിയുടെ ഓഫർ ആവാം. അങ്ങനെയാണ് വെച്ചാൽ ഇതൊരു കുറേ സ്റ്റേബിൾ ജോലിയാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു പുതിയ വീടിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട് വിൽക്കാൻ നോക്കണ്ട വെച്ചാൽ ഈ മാസം പോസിറ്റീവ് ന്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2 ഓഫ് വോൺസ് ഇല്ല വെച്ചാൽ വീട് വാങ്ങിക്കാൻ നോക്കണ്ട വെച്ചാലും ഈ മാസം നല്ലതാണ് അതിന് വേണ്ടിയിട്ട്. 2 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ 2 ഓഫ് വോൺസ് ഒരു പ്ലാനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യണോ? എന്താണ് ഈ 2 ഓഫ് വോൺസ്? അത് സെയിം ഈ പേഴ്സൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്. എന്നുവെച്ചാൽ ഇത് ഒരു ഓഫർ വന്നിരിക്കണു, ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ, എന്താണ് ഫ്യൂച്ചർ ഉണ്ടാവുക, എങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകണ്ടേ, അതൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്. എന്തോ ഒരു ബാഗേജ് പാസ്റ്റ് ഉണ്ട്, നിങ്ങൾ റിലീസ് ചെയ്യണു. അപ്പോൾ ഇത് ഒരു നല്ല പോസിറ്റീവ് ചേഞ്ച് ആണ് വരാൻ പോണത്. എന്നുവെച്ചാൽ നിങ്ങൾ പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോണു. കുറേ ഗുഡ് ലക്ക് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. കുറേ നല്ല ഗുഡ് ന്യൂസ് ഉണ്ട്, ഗുഡ് ലക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സമയം ചേഞ്ച് ചെയ്യണു, സമയം മാറണു. മുമ്പേ ഡിഫിക്കൾട്ട് സമയമായിരുന്നു വെച്ചാൽ ഇപ്പോൾ അത് ഒരു പോസിറ്റീവ് വേയിൽ മുമ്പോട്ട് പോകണു. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം. അപ്പോൾ ഇവിടെ കൊലാബറേഷൻസ് ഞാൻ കാണുന്നത് കുറച്ച് ചാലഞ്ചിങ് ആവാം, എസ്പെഷ്യലി ജോലിയുടെ കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ഒരു ടീമിലാണ് ജോലി ചെയ്യണേ, വർക്ക് ചെയ്യണേ വെച്ചാൽ അവിടെ കുറച്ചൊരു ചാലഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ല വെച്ചാൽ ക്വീൻ ഓഫ് വോൺസ് ഇവിടെ ആദ്യം ഒരു ഫയർ സൈൻ്റെ എനർജി കാണാണ്ട് ആരോ നിങ്ങളെ എന്തോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഓഫർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത്ര ഷുവർ അല്ല, നിങ്ങൾ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യണു. അതും ഒരു ചാലഞ്ച് ആവാം. എന്നുവെച്ചാൽ നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾ അങ്ങനെ ഓപ്പൺ അല്ല. പക്ഷെ മറ്റേ പേഴ്സൺ കുറേ ഓപ്പൺ ആയിട്ട് നിങ്ങളെ എല്ലാത്തിലും പറഞ്ഞാൽ ഒരു ഓഫർ തരുന്നുണ്ട്, എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. അതുമാത്രമല്ല പൈസയുടെ കാര്യത്തിലും ചാലഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ ഈ പുതിയ ബിഗിനിങ് വന്നുകൊണ്ട് ചിലവ് കൂടാൻ ചാൻസ് ഉണ്ട്. 10 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ എനർജി ഹെർമിറ്റ് എനർജിയാണ്. ഓക്കെ, ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. പക്ഷേ ഹെർമിറ്റ് ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ആ എനർജീന്ന് പുറത്തു വരാനുള്ള സമയമായിരിക്കണു എന്നാണ് പറയണത്. എന്നുവെച്ചാൽ എന്തോ ഒരു കാര്യം ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, അതുകൊണ്ട് നിങ്ങൾ കുറേ റിസർവ്ഡ്, കുറേ ലോൺലി എനർജിയിലാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഒരു സിറ്റുവേഷനെ ഹീൽ ചെയ്യാൻ നോക്കണു. ആ സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷെ അതിൽ കുറേ നിങ്ങൾക്ക് ഒരു ബിട്രയൽ മാതിരി തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. ആ സിറ്റുവേഷനെ നിങ്ങൾ ഇപ്പോഴും ഓർത്തിട്ട് കുറേ വിഷമിക്കണു. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയണത്. ഇപ്പോൾ ആ സിറ്റുവേഷന് പുറത്തു വരാനുള്ള സമയമായി. നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഈ പുതിയ ബിഗിനിങ്ങിൽ കുറേ ഹാപ്പിനെസ് ഉണ്ട്, ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ
ആ എനർജീനെ വിട്ടിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുക. അതാണ് ഇവിടെ അഡ്വൈസ് ഉള്ളത്. പേജ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നുണ്ട്, ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് എന്താണ്? ചാരിയറ്റ് സക്സസിൻ്റെ എനർജിയാണ്. ഈ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ കുറേ ഒരു പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ട്രാവൽ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ അവർ താമസിക്കണത് കുറച്ചൊരു ഡിസ്റ്റൻസിലാണ്. പക്ഷേ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഫിനാൻസസിൻ്റെ കാര്യത്തിൽ കുറച്ച് പറഞ്ഞ മാതിരി സൂക്ഷിക്കണം. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും മിസ്പ്ലേസ് ചെയ്യണോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ടാവാം. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണേ അതിലൊക്കെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ എവിടെയോ നിങ്ങളൊരു റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വെച്ചാൽ അതിൽ കുറച്ച് ശ്രദ്ധിക്കണം. വേറെ ആൾക്കാരുടെ മുകളിൽ കുറേ ട്രസ്റ്റ് ഉണ്ടാച്ചാലും കുറച്ച് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ എവിടെയോ ഇവിടെ ഒരു ലോസ് കാണാണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ. എന്താണ് ഔട്ട്കം? ഏസ് ഓഫ് വോൺസ് ആണ് ഔട്ട്കം. അപ്പോൾ ഔട്ട്കം പോസിറ്റീവാണ്. ഏസ് ഓഫ് വോൺസ് ഒരു പുതിയ ബിഗിനിങ്, പാഷൻ്റെ എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ടോറസ് എനർജി ഉണ്ട് ഇവിടെ. ടെമ്പറൻസ് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. 6 ഓഫ് കപ്സ് ഒരു പാസ്റ്റ് എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഞാൻ കുറേ ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ടാവും. ജോബിൽ, റിലേഷൻഷിപ്പിൽ കുറേ പുതിയ ബിഗിനിങ്സ് ഉണ്ടാവും. ഓക്കെ, കുറേ പോസിറ്റീവ് സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ മെൻ്റലി ഇമോഷണലി നിങ്ങൾക്ക് റെഡി ആവണം. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾ കുറച്ചൊരു ഇമോഷണലി ഡൗൺ ആണ്. ഓക്കെ, ഈ സമയത്ത് പറഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇമോഷണലി നിങ്ങൾ കുറച്ചൊരു ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് കുറച്ച് ഒരു ഈ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാം. ട്രാവൽ ഇവിടെ കാണാണ്ട്. അപ്പോൾ ട്രാവലിങ്ങും ഉണ്ടാവാം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ആൻഡ് അക്വേറിയസ് ഉണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്. ടോറസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.